അപ്പം പല സിനിമകളിലും പല ഈ പറഞ്ഞ ആക്ടേഴ്സ് ഒക്കെ വന്ന് ഇപ്പം സിനിമയിൽ അഭിനയം കഴിഞ്ഞു അടുത്ത പരിപാടി നോക്കി പോകാന്നുള്ളതല്ലാതെ അതിന്റെ പ്രൊമോഷൻ ടൈമിലും നിൽക്കുക എന്ന് പറയുന്നത് എന്താ ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് മുന്നിട്ടിറക്കുന്ന ഒരു അവരുടെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു എഫേർട്ട് കൂടിയാണ്. പക്ഷെ പല സിനിമകളും പല അഭിനേതാക്കളും മുന്നിട്ടിറങ്ങുന്നില്ല. അഭിനയിച്ചു കഴിഞ്ഞ് കാശും മേടിച്ച് പോവുക എന്നുള്ള ഒരു സിനിമ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്റെ പ്രൊമോഷൻ സമയത്ത് വരേണ്ടതാണ്. തീർച്ചയായിട്ടും വരണം. പല ആക്ടേഴ്സ് കഴിഞ്ഞ ദിവസവും ഉണ്ടായ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ചെയ്ത ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും എനിക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാന്നുള്ള എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയോ എന്ന്. അങ്ങനെ പോലും ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ട്, ആശ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എന്ന്. കാര്യം അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യനെ, അത് എഴുതുന്ന ആൾ മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അപ്പം ഓൺലൈൻ മാധ്യമക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള റിവ്യൂ കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട്. കാര്യം ഒത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കണം. റിവ്യൂസ് സിനിമകളെ ഓവറായിട്ട് ബാധിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. കാരണം ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല എന്ന്. കാരണം കലാമൂല്യമുള്ള സിനിമകൾ ഇപ്പം എത്രമാത്രം ഇറങ്ങിയാലും ഓടുന്നുണ്ട് അല്ലേ? യങ്സ്റ്റേഴ്സിന് വേണ്ടതെല്ലാം ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള സോങ് ഉള്ള ഒരു പാട്ടുകളും ഒക്കെയുള്ള സിനിമകളാണ്. അപ്പം ഇനിയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ, ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.